അപ്പോൾ ചങ്ങായിമാരെ റയൽ മാഡ്രിഡും സോറി ബ്രസീലും പോർച്ചുഗലുമാണ്. ഞാൻ സ്ട്രിപ്സിൽ മാറ്റിയിട്ട് അങ്ങനെ ആക്കിയതാണ്. നമ്മളെ പോർച്ചുഗലാണെങ്കിൽ മെസ്സി റൊണാൾഡോ ഒക്കെ ഒരുമിച്ചിട്ടാണ് കളിക്കാൻ പോകുന്നത്. വിനീഷ്യസ്, സ്നേഡർ, ഡേവിഡ് ബെക്കാം, ഖാൻഡെ, ഇതൊക്കെ ആരെ പഠിച്ചോനെ, ഡിമാർക്കോ അല്ലേ അത്? അതെ അതെ, ടൈംസ് അപ്പ്. അപ്പം നമ്മളിതാ കളിയിലേക്ക് പോവുകയാണ്. ബ്രസീൽ വേഴ്സസ് പോർച്ചുഗൽ. പോർച്ചുഗലിലാണ് ടച്ച് ഇട്ടിരിക്കുന്നത്. കിക്ക് ഓഫ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. റൊണാൾഡോ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഓ വാട്ട് എ സേവ് ഫ്രം ടെബാഡ് കോർട്ടേസ്. അതിഭയങ്കരമായ സാഹസ്യമായ ഷോട്ടായിരുന്നു അത്. അതിനേക്കാൾ ഭംഗിയേറി അത് സേവ് ചെയ്തിരിക്കുന്നു ഗോൾ കീപ്പർ. റൈറ്റിൽ നിന്നൊരു കോർണർ കിക്ക് എടുക്കുകയാണ്. അത് ചാടിയിട്ട് വെക്കാൻ വേണ്ടി റൊണാൾഡോ ചാടി ഇട്ട് വെക്കാൻ അത് കഴിഞ്ഞില്ല. നമ്മുടെ ടീമിന് അനുകൂലമായിട്ടൊരു ത്രോ കിട്ടിയിരിക്കുന്നു. ബാക്ക് പാസ്. റൂഡിഗറിൽ നിന്ന് റൂട്ടിൽ കഥ കയറിപ്പോകുന്നു. എന്തിനാണ് ആ കയറിപ്പോക്കലെന്ന് മനസ്സിലാവുന്നില്ല. ഒരു ബിൽഡപ്പ് പ്ലെയറിനെ പോലെയാണല്ലോ ഈ കളിക്കുന്നത് പഠിച്ചോനെ. തോമസ് പാർട്ടെ ചെങ്ങായിക്ക് പുഷ് ചെയ്യാൻ കഴിയുന്നില്ല. ഫിസിക്കൽ കോണ്ടാക്ട് തീരെയില്ല. റാഫേലിയോ പാസ് ടു റാഫേൽ ഗെരീറോ. നമ്മളെ പോർച്ചുഗലത്തെ ചങ്ങായി നമ്മുടെ ടീമിൽ കളിക്കുന്നുണ്ട് ബ്രസീലിന് വേണ്ടിയിട്ട്. കഫുവിൻ്റെ ഒരു ഭംഗിയായ ഒരു ഡ്രിബ്ലിംഗ് ആയിരുന്നു അവിടെ കണ്ടെത്തിയത്. റുമ്മി റൂഡിഗർ ഷോർട്ട് പാസ് ടു കോസ്റ്റക്കൂട്ട. മൂഞ്ചി അതാണ് ഇവനേതാടാ ഇവരെന്താ കാട്ടിന്? അയ്യോ, ഫസ്റ്റ് ടൈം ഷോട്ട് മൂഞ്ചിപ്പോയിരിക്കുന്നു. ഒരു ലോങ് പാസ്. റുമ്മി അത് ഹെഡ് വെച്ച് ബാക്കിലോട്ട് പാസ് കൊടുക്കുന്നു. തോമസ് പാട്ടെ അത് കമാവിംഗക്ക് നേരെ. കമാവിംഗ നേരെ കഫുവിൽ നിന്ന് മെസ്സി അങ്കര മെസ്സി ആകാൻ പറ്റില്ല. ഇപ്പോൾ ബോൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അങ്കര മെസ്സി കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ആകാൻ പറ്റുകയുള്ളൂ. ബോൾ കൈ കിട്ടിയതിന് ശേഷം മാത്രം. ബാക്കിലോട്ട് പിന്നെയും പോകുന്നു. പിന്നെയും റൊണാൾഡോ ഗോൾ ബീറ്റ് ചെയ്തിരിക്കുന്നു. അതാണ് അയ്യോ 100 പൂക്കളെ ചതച്ചരച്ച് കാലമേ വീടുകയില്ല ഈ മഞ്ഞപ്പൂകൾ സ്വന്തം പോസ്റ്റിലേക്ക് തന്നെ ഇതാ ഗോൾ അടിച്ചിരിക്കുന്നു. അയ്യോ, ഇതിന് ഗോൾ തിരിച്ചടിക്കാൻ വേണ്ടി നമ്മൾ ഒരു കിക്ക് കൗണ്ടർ തന്നെ. കഫുവിൽ നിന്നൊരു പാസ്. ഇത്ര എടുത്തെത്തിയിട്ട് ഇങ്ങനെ ഞാനെന്തിനാ അവരെ പറയില്ല. ഞാനല്ല കളിക്കണേ. എല്ലാ പണിയും ഒപ്പം കിട്ടിയ എൻ്റെ കയ്യിൽ നിന്ന് പണി വാളുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചേരം ഉണ്ടാകുന്നുണ്ട്. റാഫേലിയോ വേഗിലിട്ട് കളിച്ചത് അതേപോലെ ഇരിക്കും. അങ്ങനെ 2 ഗോളുകൾ കിട്ടിയിരിക്കുകയാണ്. പോർച്ചുഗൽ 2 ബ്രസീൽ 0.
കഫു റുഡിഗറിലോട്ട് പാസ്. പിന്നെയും ഇവിടെ മിസ് പാസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് കളിക്കുന്നതെന്ന് തിരിയുന്നില്ല, എന്താണെന്നറിയുന്നില്ല, എവിടെയാണെന്നറിയുന്നില്ല. അങ്ങനെ 3 ഗോളും കൺസീഡ് ചെയ്തിരിക്കുന്നു ടീം ബ്രസീൽ. ഇനിയാണ് സമയം, ഗോളുകൾ തിരിച്ചടിക്കുന്ന സമയം. അല്ലേ ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുന്നു. ഇനിയാണ് ആ കംബാക്ക് നടക്കാൻ പോകുന്നത് ഗൈസ്. കണ്ടുകൊള്ളി. ടീം ബ്രസീലിലെ ഒരു കംബാക്കാണ് ഇനി കാണാൻ പോകുന്നത്. ഇത് ഞാൻ ഇവിടെ വെല്ലുവിളിക്കുന്നു. ഈ സമയം ओपोनेंट टैक्टिक्स चेंज करने के लिए थोड़ा टाइम लगेगा उसको. ഹിന്ദി കയറി വന്നു. അതിൻ്റെ ഇടയിൽ കൂടെ 44 മിനിറ്റിൽ ചെങ്ങായി പേടിച്ചിരിക്കുകയാണ്. അത് 2 ഗോൾ ലീഡ് ഉണ്ടായിട്ട് പേടിച്ചിട്ടില്ല. ചെങ്ങായി വെള്ളം കുടിക്കാൻ പോയത് തോന്നുന്നല്ലേ. വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഉമ്മേൻ്റെ ചീത്തയൊക്കെ എന്തെങ്കിലും ചീത്ത അറിയണ്ടാവും. നമ്മളിതാ കളി കയ്യിലോട്ട് തിരിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു നീണ്ട പാസ്. കമാവോ അതിന് പാസ് കൊടുത്ത് എങ്ങനെ ഉണ്ടാവും? അല്ലാണേ ഹെജാദി ഷോട്ട്, അല്ല ഹെജാദി ക്രോസ്. ഫിനിഷിങ് മാത്രം വന്നില്ല അവിടെ. എന്നാലും ബാൾ പൊസിഷൻ നമ്മുടെ കയ്യിലാണല്ലോ. നമ്മൾ ബാർസലോണയാണ് ഗൈസ്. ബാൾ പൊസിഷൻ വിട്ടുള്ളൊരു കളിയില്ല നമുക്ക്. സെക്കൻഡ് ഹാഫ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഇറക്കാം. നമ്മൾ എന്തെല്ലോ ടാക്ടിക്സ് ഒക്കെ അവനെ പേടിച്ചോട്ടെ, നമ്മൾ എന്തെല്ലോ കാട്ടണമെന്ന് കരുതിയിട്ട്. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. റുമ്മി ടു കമാവോ റഫേലിയോ. അയ്യോ, അതെന്താ വെച്ചിട്ടാ എൻ്റെ കയ്യിലില്ല, സ്റ്റിക്ക് നിന്നില്ല, അതുകൊണ്ടാ. ഈ കളി കണ്ട നമുക്ക് നഷ്ടം പറ്റൂല. ഇതിലൊരു കംബാക്ക് ഉണ്ട്. കംബാക്ക് ഇല്ലെങ്കിലും സമനിലെങ്കിലും ആക്കും ഞാൻ. കണ്ടോളി, ഇത് എൻ്റെ വാക്കാണ്, രാവണൻ്റെ വാക്കാണ്. രാവണനല്ല കേട്ടോ ഞാൻ. റോഡ്രിഗോ. അയ്യോ, എന്താ ഇപ്പോൾ കമൻറ്റർ പറയാ? ഷെയ്ജുവിൻ്റെ സാധനങ്ങളൊന്നും ഓർമ്മ കിട്ടില്ലല്ലോ. ചെങ്ങായി സ്കിപ്പ് അടിച്ചു വിട്ടു. ഗോളിന്നവിടെ ഇങ്ങനത്തെ കുറേ എണ്ണം. ഞാൻ അവൻ്റെ ഗോളൊക്കെ കാണാൻ സമ്മതിച്ചാന്നല്ലോ. സമ്മതിച്ചില്ലേ? അതന്നെ, അവൻ എന്നെ സ്കിപ്പ് അടിച്ചാൽ ഞാൻ കാണാൻ സമ്മതിക്കലുണ്ട് പരമാവധി. റുഡിഗർ, ഗെരീറോ ടു റഫേലിയോ. ഓഫ് സൈഡ്. അല്ലെ വിട്ടർ ബാല എന്താ സംഭവം പേര് അവൻ്റെ അല്ലേ? വേഗം അറ്റാക്ക് ചെയ്യും. സമയമില്ല ചങ്ങായിമാരെ. ഞാൻ പറഞ്ഞ വാക്കിനൊരു വില വേണ്ടേ? അയ്യോ, കമാവോ. റൊണാൾഡോൻ്റെ അടി അവിടെ പാളിപ്പോയിരിക്കുന്നു. റഫേലിയോൻ്റെ ഒരു റോഡ്രിഗോ. കഫു സെൻട്രലിലോട്ടൊരു നീട്ടിപ്പാസ്. പാട്ടത് കൊളാക്കി കൊടുത്തു. കമാവോ. റാഫേലിയോൻ്റെ ഒരു സെൻട്രൽ മൂവ്മെൻറ്റ്. മെസ്സി അങ്ങനെ മെസ്സി ആയില്ല. അങ്ങനെ മെസ്സിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഓപ്പൺ ചാൻസ് കിട്ടിയ റൊണാൾഡോ കാട്ടി കണക്കയക്കണേ.
നമുക്കൊരു ടച്ച് ലൈൻ എടുത്ത് ഷോർട്ട് പാസ് കൊടുത്ത് കളിക്കാം. ഇവിടെയാണ് എൻ്റെ കളി വരുന്നത്. ഒരു ഫേക്ക് ഷോട്ട്. റോഡ്രിഗോൻ്റെ ഒരു അടിക്കാൻ സമ്മതിക്കടാ. റോഡ്രിഗോക്ക് ഫിസിക്കൽ ഇല്ലാത്തതുകൊണ്ട് അത് പന്ത് അവർ ബീറ്റ് ചെയ്തു, വിൻ ചെയ്ത് അവർ പോയി. ഈ കളി ഞാൻ ജയിക്കുന്നു വാക്ക് പറഞ്ഞാൽ വാക്കായിരുന്നെങ്കിലോ എന്ന് ഞാൻ ആശിച്ചു പോവുകയായിരുന്നു ഗൈസ്. കോസ്റ്റ കൂട്ട അയ്യോ. റൊണാൾഡോ ക്രോസ് ചെയ്യാനൊക്കെ വയ്ക്കോ. റുമ്മി ഇതാ വീണ്ടും റുമ്മി. ഒരു ബാക്ക് പാസ് കൊടുത്തു. അവിടെ കാര്യമില്ലാണ്ടായി പോയി. റോഡ്രിഗറിൻ്റെ സ്റ്റാമിനൊക്കെ കഴിഞ്ഞ ചങ്ങായി. അടയാളപ്പെടുത്തു കാലമേ, ഇത് ഘടികാരങ്ങളിൽ നിൽക്കുന്ന സമയം. സെന്റ് ഹീസത്ത് ബർഗറിൽ സിംഹരാജാവ് മെസ്സി എഴുന്നള്ളി. മോനെ ബർഗറല്ല കേട്ടോ, സെന്റ് പീറ്റർ. അല്ലാഹ് അതെന്തേന്നു ചെങ്ങായി പേടിച്ച്. ഇനി ഒരു കമ്പാക്ക് ഗോൾ കൂടി മതി അൽവാരസിനെ ഇറക്കി വിടാം. നമ്മൾ പേടിച്ചില്ല. നമ്മൾ വേറെ ആർക്കൊന്നും വേണ്ട. എന്തിന് ഡിബ്രോയിനെ ഇറക്കി വിടണ. വെക്കാൻ പോർണ വരാം. ബിൽഡപ്പ് പ്ലെയറാണ്, കാര്യമില്ല. എന്താ ചെയ്യാ. ചെക്കൻ വരട്ടെ, യമാനും വരട്ടെ. അവിടെ കളി എന്താക്കണ്ട്. പാർട്ടനെ മാറ്റിയിട്ട് ചങ്ങായിനെ ഇറക്കണോ? പെപ്പിനെ ഇറക്കിയിട്ട് അറ്റാക്കിങ്ങിലിടാ. അതെങ്ങനെ ഉണ്ടാവും? വിനായകരിക്കും കൊടുക്കാം. പെപ്പെടുത്തു. പെപ്പിൻ്റെ നല്ലൊരു ബോക്സിൻ്റെ പുറത്ത് നല്ലൊരു പാസ് ഇട്ടുണ്ടെങ്കിൽ അടിച്ച് കയറ്റും. ചെങ്ങായി വേറെ ലെവലാണ്. ഞാൻ മുന്നൊക്കെ കളിച്ചിട്ടുണ്ട്. ഇങ്ങനെ മെസ്സി ഇപ്പോൾ കമൻട്രി വരാൻ പറ്റില്ല. ഞാൻ കുറച്ച് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റിസ്ക് എടുക്കാനൊക്കെ തയ്യാറായിട്ട് കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് ജയിക്കാൻ പറ്റുമോ എന്ന് അറിയാതെ ഞാൻ മൂഞ്ചിപ്പോയി കേസ്. അയ്യോ ആരുമില്ലടാ ബോൾ എടുക്കാൻ. അങ്ങനെ കളി കഴിഞ്ഞിരിക്കണേ ഗേസ്. അങ്ങനെ എനിക്ക് കംബാക്ക് അടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ കളി വിട്ടുകൊടുത്തില്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? അധികം അഹങ്കരിക്കാൻ പാടില്ല എന്ന് മനസ്സിലായി. എന്നാലും ബാൾ പൊസിഷൻ കിട്ടാനുള്ള കളിയില്ല ബാർസലോണ. അപ്പോൾ ഈ കളി സമനിലയായിരിക്കുകയാണ്. അയ്യോ, ഞാൻ ഇത് ഈ ഫുട്ബോൾ ലീഗാന്ന് കരുതിയിട്ടാണേ. ഇത് ഈ ഫുട്ബോൾ ലീഗ് അല്ലടാ, അത് 50 പോയിന്റ് കളിക്കണ മാച്ചാണ്. അപ്പോൾ കംബാക്ക് ഉണ്ടാവും കേട്ടോളി. അഹങ്കാരമൊക്കെ ഉണ്ടാവും. പറ്റുമെങ്കിൽ മതി. അഹങ്കാരമൊക്കെ ഉണ്ടാവും കേട്ടോ. അഹങ്കാരം ഉണ്ടാവുന്നു. ഞാൻ എന്താ പിന്നെ പറഞ്ഞേ? അപ്പോ അഹങ്കരിക്കുള്ള വക ഉണ്ടാക്കി തോട്ടറാ. ലാമിനെ ഒരു സ്പ്രിൻ്റ് അടിക്കടാ. മോനെ ലാമ്. ഇടറാ സെലിബ്രേഷൻ. ഒരു കളിക്കാരനെ ഒരു അവതരണമില്ലാതെ പകരക്കാരനെ ഇറങ്ങി കളിക്കളത്തിൽ ഇറങ്ങി വന്ന് 1 മിനിറ്റ് തികയും മുന്നേ, സോറി 1 മിനിറ്റ് അല്ല, ഒരു 15 മിനിറ്റ് തികയും മുന്നേ ഗോൾ അടിച്ചിരിക്കുന്നു ഗൈസ്. ഇതെന്ത് സെലിബ്രേഷനെ പറ്റിട്ടുണ്ട്? അയ്യോ, അവൻ ബാക്ക് അടിച്ച് പോയി. നമ്മൾ കംബാക്ക് അടിച്ച്
ജാതി. അയ്യോ ബാക്ക് അടിച്ച് പോയി. ബാക്ക് അടിച്ച് പോയി ഗൈസ്.